നിങ്ങൾ വിചാരിക്കാൻ ഞാനെന്താ ഈ ഓമയ്ക്കപ്പഴം കാണിക്കുന്നതെന്നല്ലേ? ഇത് വെച്ച് ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കി കാണിക്കുന്നതിന് വേണ്ടിയല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഓമയ്ക്കപ്പഴം. നമ്മുടെ നാട്ടിൽ ഓമമരം ഇല്ലാത്ത വീടുകളില്ല അല്ലേ? ഓമമരമുള്ള വീടുകളിൽ നമ്മൾ നോക്കാമെങ്കിൽ കാണാം ആ മരത്തേൽ ഒന്നോ അതിൽ കൂടിയോ ഓമയ്ക്ക ഇങ്ങനെ കിളികൾ തിന്നിട്ടിരിക്കുന്നതാണ് കാണുന്നത്. കാര്യം ആൾക്കാർക്ക് ഒന്നുകിൽ പറിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് ഇതിനോട് അത്ര താല്പര്യം കാണത്തില്ല. അത് കാരണം കിളികളൊക്കെ കുത്തി കിളികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പോലെ കാണാം. എന്നാൽ ചില ഓമയ്ക്കൊന്നും യാതൊരു മധുരം ഇല്ലാത്തതും അങ്ങനെയുള്ളതായിരിക്കും. അതുകൊണ്ട് കിളികൾക്ക് വേണ്ടി വെച്ചേക്കുന്നതും ആകാം. 1 രൂപ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 150 രൂപയും മേലാണ് ഈ ഓമയ്ക്കയുടെ വില. എൻ്റെ കൈവെള്ളയെ വെച്ചിട്ട് എൻ്റെ കൈയുടെ പത്തിയാണ് വലിപ്പ കൂടുതൽ കേട്ടോ. എൻ്റെ കൈവെള്ളയ്ക്കാണ് വലിപ്പ കൂടുതൽ. ഓമയ്ക്ക അതിലും ചെറുതാണ്. അപ്പം ഇത് നല്ലതുപോലെ പഴുത്ത് വന്നിട്ടുണ്ട്. 2 ദിവസമായി വാങ്ങി വെച്ചിട്ട്. ഇത് കാഴ്ച പോലാണോ ഇത് കഴിച്ചാലെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും ഒന്ന് ചെത്തി നോക്കാം. ഇത് നങ്ങ് കൈ പിടിക്കുമ്പോൾ അളിഞ്ഞു പോകുന്ന പോലൊന്നും അല്ല കേട്ടോ. കൈ പിടിച്ച് ഞാൻ ഇത്രയും ചെത്തിയപ്പം തന്നെ നല്ല കട്ടിയായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് ചെത്തി നോക്കാം. നല്ല കളർ പോലൊക്കെ തോന്നുന്നുണ്ട്. ഈ ഓമയ്ക്ക ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഉൾവശം എങ്ങനെയാണെന്ന് നോക്കാം. നല്ല കളറാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ റെഡ് ലേഡി ഓമയ്ക്കയുടെ അതേ കളറൊക്കെ വരുന്നുണ്ട്. പക്ഷേ റെഡ് ലേഡിക്ക് അത് അധികം സീഡില്ലല്ലോ. ഇതിന് നല്ല സീഡുണ്ട്. ഇത് ചെത്തിയ സമയത്ത് അല്പം കട്ടിയുള്ള പോലെ തോന്നി, നല്ല സോഫ്റ്റായിട്ട് തോന്നിയില്ല. എന്നാൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ശരിക്കും നമ്മുടെ റെഡ് ലേഡി പപ്പായ അതുപോലെ തന്നെയാണ്. ഇതിന് ഉൾവശവും വലിപ്പക്കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. റെഡ് ലേഡി പപ്പായക്ക് നല്ല വലിപ്പമുള്ളതാണല്ലോ. ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല പപ്പായാണ് കേട്ടോ, നല്ല മധുരമുള്ളതാണ്.